അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പുവടയാണ്. പരിപ്പുവട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലെ. അപ്പൊ ഇന്ന് പരിപ്പുവട തിന്നാനൊരു പൂതിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പരിപ്പുവട ഉണ്ടാക്കാന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഈ ഒരു കടലപ്പരിപ്പ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ കറി വെക്കാനൊക്കെ എടുക്കണ ചെറിയ പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു കടലപ്പരിപ്പ് നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. ഇപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമില്ല. ഇതിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഊറ്റിക്കളയാൻ നോക്കട്ടോ. ഇനി ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പരിപ്പ് നമ്മൾ മിക്സിന്റെ ചെറിയ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി അരച്ചെടുത്തിട്ടുള്ള പരിപ്പ് നമ്മൾ നേരത്തെ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പരിപ്പും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പരിപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതൊരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. അപ്പൊ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലേ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ കൈയിന്റെ നടുവിൽ വെച്ചിട്ട് ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ആ നടുഭാഗം വെച്ചിട്ട് തന്നെ ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഇതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഇത് അതുപോലെ ഒരു ബോളാക്കിയിട്ട് കൈയിന്റെ നടുവിൽ വെച്ചിട്ട് തന്നെ ഒന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന്റെ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരും, ഉൾഭാഗം കുക്കായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപ്പ് വട ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ, അതിന്റെ ഉൾഭാഗം കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഉൾഭാഗം വേവായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ സമയം കൂട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ അതാ നമ്മൾ പരിപ്പ് വട മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് പരിപ്പ് വെച്ചിട്ട് ഒരു മീഡിയം സൈസിലുള്ള 8 പരിപ്പ് വട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉൾഭാഗം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഈ പരിപ്പ് വട. നല്ല ടേസ്റ്റ് ഉള്ള പരിപ്പ് വടയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.